Hi friends, welcome to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഒരു കപ്പ് അവിലും 2 മുട്ടയും വെച്ച് വളരെ ഇൻസ്റ്റൻ്റായി നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന വളരെ ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല 4 മണിക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായ ഓയിലിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ടതില്ല, ചെറുതായി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് സിമ്മിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിട്ട മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. മസാലയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഒരുപാട് ഡ്രൈ ആക്കേണ്ടതില്ല. ആ മോയ്സ്ചർ കണ്ടന്റ് അതിലുള്ളപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് അവില് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അവിലൊന്ന് കുതിരാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. പാലിന് പകരം നമുക്ക് സാദാ വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ എടുത്തത് വളരെ കട്ടി കുറഞ്ഞ അവിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു 1/2 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്തത്. കട്ടിയുള്ള അവിലാണെങ്കിൽ കുറച്ച് കൂടുതൽ പാല് ചേർക്കേണ്ടതായി വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം.
നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ടേക്ക് കെയർ. ബൈ ബൈ.